ശബരിമലയിലെ നെയ്യഭിഷേകത്തിന്റെ പേരിലും ഭക്തരിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെന്ന് ദേവസ്വം വിജിലൻസിന് വിവരം ലഭിച്ചു. 2022 ജനുവരി 1 ബംഗളൂരുവിലെ ഭക്തന്റെ പേരിൽ 18,001 നെയ്ത്തേങ്ങ അഭിഷേകത്തിന് എത്തിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്തെ സ്വാധീനം വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തുവന്നത്. 2021 ജനുവരി 1 ബംഗളൂരുവിലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഭക്തനു വേണ്ടിയെന്ന് പറഞ്ഞ് 18,001 നെയ്ത്തേങ്ങ അഭിഷേകത്തിനായി കൊണ്ടുവന്നത്. പമ്പയിൽ നിന്ന് ട്രാക്ടറിലായിരുന്നു തേങ്ങ കൊണ്ടുവന്നത്. ദേവസ്വം ബോർഡ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അയ്യപ്പന് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടായി കണക്കാക്കുന്നതാണ് നെയ്ത്തേങ്ങ. ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങ കൊണ്ടുവരണമെന്നതാണ് ആചാരം. ട്രാക്ടറിൽ കൊണ്ടുവന്ന നെയ്ത്തേങ്ങ അഭിഷേകം ചെയ്തതിൽ ആചാരലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നു. മകരവിളക്ക് സീസൺ സമയത്ത് 10,000-കണക്കിന് ഭക്തർ നെയ്യഭിഷേകത്തിന് ക്യൂ നിൽക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആചാരം പോലും നോക്കാതെയുള്ള VIP പരിഗണന. 2021 മുതൽ 23 വരെ നിരവധി പ്രാവശ്യം ഇത്തരത്തിൽ കൂട്ടത്തോടെ നെയ്യഭിഷേകത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻകൈയെടുത്തു. ഒടുവിൽ 2023 ദേവസ്വം ബോർഡ് തന്നെ ഇത് വിലക്കുകയായിരുന്നു. നെയ്യഭിഷേകം ഉൾപ്പെടെ പൂജകളുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ള വിവരം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.